നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു വിശിഷ്ട അതിഥി കൂടി ഉണ്ട്. വിശിഷ്ട അതിഥി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. വാക്കിംഗ് എൻസൈക്ലോപീഡിയ, സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാന കോശം എന്ന പദത്തിന് അക്ഷരാർത്ഥത്തിൽ തന്നെ അർഹനായിരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയൊന്നുമില്ല, കുറച്ച് അറിവുണ്ട്, അത്രേ ഉള്ളൂ. അതെ, അതാണ് അറിവ് കൂടുമ്പോൾ എപ്പോഴും കുറച്ച് അറിയുന്നവർ കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. അതെ, സത്യം. അതൊരു ഈ വലിയ അറിവുള്ളവർ അധികം പ്രകടിപ്പിക്കില്ല. അറിവിൻ്റെ ഒരു ലക്ഷണമാണത്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ്, വെറുതെ അല്ല ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശകനായിട്ട്, മാർക്കറ്റിംഗ് ഉപദേശകനായിട്ട് എന്ന് മാത്രമല്ല ഒരുപാട് ഉന്നത പദവികളിൽ അദ്ദേഹം വിരാജിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്നിപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഏത് വിഷയം ചോദിക്കും എന്നിങ്ങനെ ഒരു എന്താ പറയുക, ഒരു സംശയത്തിൻ്റെ ഇതിലായിരുന്നു കണ്ടായിരുന്നത്. കാരണം ഏത് വിഷയത്തെക്കുറിച്ചും ചോദിക്കാം, ഈ ഭൂമുഖത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തോട് ചോദിക്കാം. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം റാവുത്തർമാരെ കുറിച്ചാണ്. അത് വെറുതെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം റാവുത്തർ അസോസിയേഷൻ്റെ ഫെഡറേഷൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ തികച്ചും യോഗ്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ചോദിക്കാം, ഈ റാവുത്തർ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ലോകത്ത് തന്നെ പടർന്നു കിടക്കുന്ന ഒരു വലിയ സമുദായം എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ വിഭാഗം ആളുകളാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല എന്നും ഞാൻ ഏകദേശം അറിയുന്നു. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റാവുത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളിങ്ങനെ കേൾക്കുക എന്നല്ലാതെ ഒരു വിഭാഗം ആളുകളുണ്ട് എന്നും കേൾക്കുക, അനഫി മദ്ഹബാണ് അവരുടെ എന്ന് ഒക്കെ കേട്ടിട്ടുണ്ട്. അതൊന്നും ആധികാരികമായിട്ട് അറിയില്ല. എനിക്ക് മാത്രമല്ല, ആർക്കും വ്യക്തമായിട്ട് അറിയാത്തൊരു ഇതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് ഇതിൻ്റെ ഒരു വക്താവ് എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച്? കേരളത്തിൻ്റെ മധ്യ കിഴക്കൻ പ്രദേശങ്ങളിലും തമിഴ്നാട്ടിലുമുള്ള മുസ്ലിങ്ങളെയാണ് പൊതുവെ റാവുത്തർ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നത്. ഞങ്ങൾക്കൊക്കെ അറിയാം, അതല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവർക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റാവുത്തർ എന്ന ആ കമ്മ്യൂണിറ്റി അവരുടെ ഒറിജിൻ വരുന്നത് തുർക്കിയാണ്. അപ്പോൾ തുർക്കിയുടെ സെൻട്രൽ ഏരിയയിലാണ്, അതായത് നവാഷീർ, കപ്പഡോക്യ, ആ ഏരിയയിലാണ് റാവുത്തർമാരുടെ ഒരു ആസ്ഥാനം. ഇത് പറയാൻ കാരണം, അവിടെ നിന്ന് റാവുത്തർമാരെന്നുള്ളതല്ല, അവിടുത്തെ ഒരു വലിയ ജനം കിഴക്കോട്ട് പലായനം ചെയ്തു ഇന്ത്യയിലേക്ക് മറ്റും. നമുക്ക് ഇസ്താംബൂളിൽ കുരിശുയുദ്ധം നടന്ന് അവസാനം അവിടുന്ന് പലായനം ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ റാവത്ത് എന്നാണ് യഥാർത്ഥത്തിൽ അവരറിയുന്നത്. അവിടെ റാവുത്തർ നമ്മൾ പറയുന്നതാണ് റാവത്ത്. ആ റാവത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടുത്തെ ലോക്കൽ ജനം, കൺവേർട്ട് ചെയ്യാത്ത ധാരാളം ജനങ്ങളും അവർ റാവത്തായിട്ടുണ്ട്. റാവത്താണ്. ഇവർ പ്രധാനമായിട്ടും കുതിരയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ ജീവിക്കുന്നവരാണ്. കുതിരയുടെ വളർത്തൽ, കുതിരയുടെ അഭ്യാസം, കുതിരയുടെ കച്ചവടം, ഇതാണ് അവരുടെ മെയിൻ ജോലി. അപ്പം അവിടെ നിന്ന് കുതിര കച്ചവടത്തിനും കുതിരപ്പടയുമായിട്ടൊക്കെ കിഴക്കോട്ടെത്തിയ എന്ന് പറഞ്ഞാൽ സിന്ധ് കഴിഞ്ഞ് ഇന്ത്യയിലേക്കൊക്കെ എത്തിയ ജനങ്ങൾ, അതിനകത്ത് കാർക്കമണ മുസ്ലിങ്ങളുമുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുമുണ്ട്. മുസ്ലിങ്ങളല്ലാത്തൊരു വിഭാഗം നേരെ വന്ന് രാജസ്ഥാൻ ഏരിയയിലാണ് തമ്പടിച്ചത്. രാജസ്ഥാൻ ധാരാളം റാവത്തുമാരുണ്ട്. അപ്പോൾ അവിടെ മുസ്ലിങ്ങളായ ഒരു വിഭാഗം കൂടുതൽ കിഴക്കോട്ട് വന്നു, എന്നിട്ട് തെക്കോട്ടേക്ക് വന്നു. ആ തെക്കോട്ടേക്ക് വന്ന് അപ്പോൾ അവർ വരുന്നത് കച്ചവട സമൂഹത്തിൻ്റെ പ്രൊട്ടക്റ്റേഴ്സായിട്ടുള്ള കുതിരപ്പടയാണ്. അതാണ് മെയിൻ. പിന്നെ ഈ കൊണ്ടുവരുന്ന കുതിരകളെ എന്ത് ചെയ്യുക, ആയിരക്കണക്കിന് കുതിരകളെ വിറ്റഴിക്കുക, പടയ്ക്കും മറ്റും അതിനെ പരിശീലിപ്പിക്കുക. അപ്പോൾ അങ്ങനെ തെക്കോട്ട് വന്നവർ പ്രധാനമായിട്ടും ഇന്ത്യയിലെ
തെക്കേ ഇന്ത്യയിലെ പ്രധാന ഹിന്ദു വംശമായിരുന്ന അല്ലെങ്കിൽ ഹിന്ദു സാമ്രാജ്യമായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രൊട്ടക്ടേഴ്സായിട്ടാണ് ഇവർ വരുന്നത് റാവുത്തർമാർ അവിടെ എത്തുന്നത്. തുർക്കിയിൽ നിന്ന് ഇവിടെ വരുന്നത്. അവിടെ വന്ന് അവർ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രൊട്ടക്ടേഴ്സായി മാറി. അപ്പോൾ അവിടെ അതിനപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഫാമിലി സുൽത്താൻമാരാണ്. അതെ, ബിജപ്പൂർ, ബീഡാർ, ഗോൾക്കൊണ്ട അങ്ങനെയുള്ള ഫാമിലി സുൽത്താൻമാരാണ്. ഫാമിലി സുൽത്താൻമാരും ഈ ഹംപി ആസ്ഥാനമായിട്ടുള്ള വിജയനഗര സാമ്രാജ്യമായിട്ട് എപ്പോഴും യുദ്ധമാണ്. അപ്പോൾ ചിലപ്പോൾ 2 ഫാമിലി സുൽത്താൻമാർ ഇവരുടെ കൂടെ ആയിരിക്കും, അങ്ങോട്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവർക്ക് പ്രൊട്ടക്ടർ എന്നുള്ള നിലയിൽ, കാരണം അന്ന് കുതിരപ്പടയാളികളാണ് ഏറ്റവും വലിയ പടയാളികൾ, പ്രൊട്ടക്ടേഴ്സായിട്ടാണ് റാവുത്തർമാർ അവിടെ എത്തിയത്. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ മധുരയിലുള്ള പാണ്ഡ്യ രാജാവ് അവിടെ ജ്യേഷ്ഠന്മാർ തമ്മിലുള്ളൊരു തർക്കത്തിൽ, രാജാവിൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെയുള്ള അധികാര തർക്കത്തിൽ ഒരു സഹോദരന് വിജയനഗര സാമ്രാജ്യത്തോടെ റാവുത്തർ പടയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വിജയനഗര സാമ്രാജ്യം റാവുത്തർ പടയെ ഇങ്ങോട്ട് അയക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് വിജയനഗര സാമ്രാജ്യത്തിന് വലിയൊരു ഇതായി മാറി. കാരണം ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഫാമിലി സുൽത്താൻമാർ കയറി വിജയനഗര സാമ്രാജ്യം അടിച്ച് തകർത്തത്. ആ സമയത്ത് ഇവർ രാഷ്ട്രീയമായിട്ടുള്ളൊരു മണ്ഡലമായിരുന്നു. പക്ഷെ ഇവർ നേരെ മധുരയിലെത്തുകയും പാണ്ഡ്യരാജാവിനെ സഹായിക്കുകയും പാണ്ഡ്യരാജാവിൻ്റെ പ്രീതി ലഭിക്കുകയും ആ പ്രദേശങ്ങളിൽ കുതിരപ്പടയാളികളായിട്ടും അതോടൊപ്പം തന്നെ കച്ചവടമുണ്ട് ഇവർക്ക്, കച്ചവട സംഘങ്ങളായിട്ടും അതോടൊപ്പം തന്നെ വരുന്ന വഴിക്ക് സൂഫി സന്യാസിമാരും സൂഫി വര്യന്മാരും ഇവരോടൊപ്പം ഉണ്ടാവും. അങ്ങനെ മതപരിവർത്തനവും ഇങ്ങനെ നിന്ന് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇഴുകിച്ചേർന്നു. ഒമ്മാനെ, മധുര, കടനെല്ലൂർ, പുളിയങ്കുടി, അങ്ങനെ പല ഏരിയകളിലും റാവുത്തർ അവിടെ വന്നപ്പോൾ നമ്മൾ റാവുത്തർമാരായി, റാവുത്തർ എന്തായി. ചിലവർ അവർ തുർക്കി വന്നിട്ടെന്ന് പറഞ്ഞാൽ അവർ തുർക്കികളെന്നായി, അത് തുലുക്കളെന്നായി, അങ്ങനെ വന്ന് തുലുക്കറെന്നായി. തുർക്കി എന്ന് പറഞ്ഞാൽ തുലുക്കറായി പറയും. ഇങ്ങനെ ആ ഒരു പ്രദേശങ്ങളിൽ റാവുത്തർമാർ താമസിക്കുമ്പോൾ ഹനഫി മദ്ഹബാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. പ്രധാനമായിട്ടും മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് എതിരായിട്ട് നിൽക്കുന്ന ധാരാളമായിട്ടുള്ള എതിർപ്പ് വന്ന് എട്ടുവെട്ടി പിള്ളമാരുടെ ഇഷ്യൂസ് അങ്ങനെ ധാരാളം വരുമ്പോൾ മാർത്താണ്ഡവർമ്മയെ സഹായിക്കാൻ വേണ്ടിയാണ് പാണ്ഡ്യരാജാവിൽ നിന്നും റാവുത്തർ പട കേരളത്തിലേക്ക് വരുന്നത്. അത് തെന്മല വഴിയാണ് വരുന്നത്, തിരുവിതാംകൂർ. അപ്പോൾ തെന്മല വഴി വരുമ്പോൾ നമുക്കറിയാം ആ ഏരിയയിലൊക്കെ പോരുവഴി, മയ്യത്തുങ്കര, ഇതുപോലെ ബന്ധപ്പെട്ടുള്ള യുദ്ധങ്ങളുടെ സ്ഥലങ്ങളുടെ രീതിയാണ്. അതിലെല്ലാം റാവുത്തർമാരാണ് കൂടുതൽ മരിച്ചതും ഒക്കെ ഇവർക്ക് പ്രൊട്ടക്ഷൻ. പക്ഷേ ഇവരുടെ വീരവും അവരുടെ വിശ്വാസ്യതയും കേരളത്തിലെ ഭരണാധികാരികളെ വളരെ അധികം ആകർഷിച്ചു. അങ്ങനെയാണ് റാവുത്തർമാരെ ക്ഷണിച്ചുകൊണ്ടുവന്ന് പല പ്രദേശങ്ങളിലും തെരുവുകളുണ്ടാക്കി കച്ചവട കേന്ദ്രങ്ങളിലാക്കി അവിടെ കുടിയിരുത്തിയത്. ഇവൻ തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിൽ ചാല ഉണ്ടാകുന്നത് റാവുത്തർമാർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തിരുവിതാംകൂർ അങ്ങനെ ചരിത്രത്തിലുള്ളതാണത്, ചരിത്രത്തിൽ വരുന്ന സംഗതിയാണ്. അതേപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പം നമ്മൾ ധാരാളം സ്വർണവും മറ്റൊക്കെ ഉണ്ടാകുന്ന പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രൊട്ടക്ടേഴ്സായിട്ട് റാവുത്തർ പടയായിരുന്നു. അത് തുലുക്കപ്പടയാണ്. അന്ന് നായർ പടയുണ്ട്, തുലുക്കപ്പടയുണ്ട്. അത് തുലുക്കപ്പടയാണ് ഇതിൻ്റെ പ്രൊട്ടക്ടേഴ്സായിട്ട് നിയോഗിച്ചിരുന്നത്. വർഷങ്ങളോളം അവരായിരുന്നു പത്മനാഭസ്വാമി തമ്പിളിൻ്റെ പ്രൊട്ടക്ടേഴ്സ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മേത്തൻ മണിയൊക്കെ ഉണ്ടാക്കിയൊരു സമയം നമുക്കറിയാമല്ലോ. അപ്പോൾ അവർ പ്രൊട്ടക്ടേഴ്സ്. ഇങ്ങനെ കേരള സമൂഹത്തിലേക്ക് റാവുത്തർമാർ വളരെയധികം പല രീതിയിൽ കടന്നു വരികയും തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശങ്ങൾ ഒഴികെ സെൻട്രൽ പ്രദേശങ്ങൾ കോട്ടയം വരെ അവിടെ നിന്ന് വലത്തോട്ട് നീക്കി കഴിഞ്ഞാൽ പാലക്കാടും, കാരണം 2 വഴി കൂടാണ് വന്നത്, ഉള്ള പ്രദേശങ്ങളിൽ സെറ്റിലാകുകയും ചെയ്തു. ഈ കോഴിക്കോട് കൂടരഞ്ഞിയിൽ അത് തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും വീണ്ടും വന്ന് താമസിച്ചിരുന്ന ആൾക്കാരാണ്. അത് തമിഴ്നാട് നേരിട്ട് വന്നവരല്ല.
കൂടി കോഴിക്കോട് അത് അല്ല അവിടെ പലയിടത്തും അവിടെ വീണ്ടും കുടഞ്ഞി പിന്നെ അവിടെ നിലമ്പൂരൊക്കെ വരുന്നത് അവിടുന്ന് വരുന്നവരാണ്. പ്രധാനമായിട്ടും വന്നത് ഒന്ന് തെന്മല ഭാഗത്തൂടെ കയറി വന്നു, രണ്ടാമത് പാലക്കാട് ഭാഗത്തൂടെ പൊള്ളാച്ചി എന്നുള്ള വരവ്, ഈ 2 ഏരിയയിലാണ്. അങ്ങനെയാണ് വേറെ തെരുവുകളും പേട്ട, ഈരാറ്റുപേട്ട, സുൽത്താൻപേട്ട, അങ്ങനെ പല പേട്ടകൾ സ്ഥാപിക്കുന്നു. റാവുത്തർമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മാതൃഭാഷയായിട്ട് കൊണ്ട് നടക്കുന്നത് ഇപ്പോഴും തമിഴാണ്. കാരണം വീടുകളിലൊക്കെ മിക്കവാറും തമിഴ് സംസാരിക്കും. ലേറ്റസ്റ്റ് ജനറേഷനിൽ അത് മാറിയിട്ടുണ്ടെങ്കിലും വീടുകളൊക്കെ അധികം പിന്നെ നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ തമിഴിൻ്റെ ഒരു സംസാര രീതിയുണ്ട്. അപ്പം ഇപ്പം തന്നെ ധാരാളം പേരും തമിഴ്നാടുമായിട്ടുള്ള മാന്യമധുരാഭാഗങ്ങളോട്ടൊക്കെ നല്ല ബന്ധങ്ങൾ പുലർത്തുന്നവരുമാണ്. അപ്പം ഇവരുടെ ഈ ഒരു പൈതൃകം കുതിരയാണെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുതിരയൊന്നുമില്ല, കുതിര കച്ചവടമൊക്കെ പോയി. അത് അപ്പോൾ ഇതിൻ്റെ അകത്ത് റാവുത്തന്മാർ പൊതുവെ പറയുമ്പോൾ എന്താ അറിയോ, കച്ചവടക്കാരാണ്, അത് വിശ്വസ്തരായ കച്ചവടക്കാരെന്നാണ്. അവിടെയാണ് അവരുടെ അതൊരു വലിയൊരു കാര്യം, വിശ്വസ്തരാണ്. 2 റാവുത്തർമാരെ ചിലപ്പോൾ പല സിനിമകളിലൊക്കെ ചിലപ്പം പിന്നെ റാവുത്തർ എന്ന പേടി സ്വപ്നമായിട്ടൊക്കെ ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ റാവുത്തർ എന്ന് പറയുന്ന ഒരു ധൈര്യശാലി എന്നുള്ള ഇതിലുണ്ട്. അവർ ധൈര്യശാലികളാണ്. അപ്പോൾ ഈ വിശ്വസ്തത അതെ, ഈ 2ഉം ഒരു മിക്സ് ചെയ്ത് വന്നതാണ് റാവുത്തർമാർ. അപ്പം നമ്മൾ അവരുടെ വീടുകളിൽ ഇപ്പം തമിഴുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം നമ്മളിപ്പം അത്ത എന്നാണ് വിളിക്കുന്നത്, ഫാദറിനെ വിളിക്കുന്നത്. നമ്മൾ കെമാൽ അത്ത തുർക്ക് എന്ന് പറയുന്നതാണ്. മുസ്തഫ കമാൽ ഷാ തുർക്കിയുടെ രാഷ്ട്രപിതാവിൻ്റെ പേരാണ് അത്ത തുർക്ക്. അത് നമ്മളിവിടെ അത്ത എന്നുള്ളൊരു ഭാഷ. അങ്ങനെ ധാരാളം തുർക്കിഷ് വേർഡുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് ധാരാളം വാക്കുകൾ വരാറുണ്ട്. ഞാനിപ്പോഴേ എനിക്ക് ആലോചിക്കുകയാണ്, ഈ ഒരു എത്രയായിട്ടും ഒരു തനതായ ഒരു സംസ്കാരം അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഈ കല്യാണത്തിലൊക്കെ കാണാം, ഈ റാവുത്തർമാരുടെ കല്യാണത്തിന് പ്രത്യേകത ഉണ്ടല്ലോ, കുതിരപ്പുറത്തൊക്കെ വരുന്നത് പഴയ രീതികളൊക്കെ ആയിരുന്നു. പറയാൻ പറ്റും. അല്ല, പണ്ട് കുതിരപ്പുറത്തായിരുന്നു കല്യാണങ്ങൾ നടന്നുകൊണ്ടിരുന്നതും, രാത്രിയിലായിരുന്നു, വൈകുന്നേരമായിരുന്നു കല്യാണം, കുതിരപ്പുറത്ത് വരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേ അത് ഒത്തിരി കുറഞ്ഞു എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇതിനിടയ്ക്ക് ഞാൻ ഈ റാവുത്തറിന്റെ പൈതൃകം ആ കാര്യം അന്വേഷിച്ചിട്ട് ഞാൻ തുർക്കി പോയിരുന്നു. ഒരു 18 ദിവസം തുർക്കിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചില ഏരിയയിലൊക്കെ ഇതിൻ്റെ ലിറ്ററേച്ചറൊക്കെ ഉണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു, പലരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ആ നവാഷീർ ഏരിയയിലേക്ക് നിങ്ങളുടെ ആൾക്കാർ ആ ഭാഗത്തുണ്ട്, നിങ്ങളെപ്പോലുള്ള ഫീസ് കട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ടെന്ന് തുർക്കിയിൽ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കി വംശജരിലെ കുർദ് വംശർ വന്നു, പിന്നെ പേർഷ്യൻ വംശർ വന്നു, ഇറാൻ, ഇവരെല്ലാം കൂടെ വന്ന് മിക്സ് ആയതോടുകൂടി ഒരു മിക്സഡ് പോപ്പുലേഷനിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് തുർക്കിയിലുള്ളത്. പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് പേര് നമുക്ക് ചില പെണ്ണുങ്ങളെ കണ്ടാൽ അറിയാം നമ്മുടെ അക്കന്മാരാണെന്ന് തോന്നും. അങ്ങനെയുള്ള ആൾക്കാരെ തുർക്കി കാണാൻ പറ്റും. അത് ഈ സെൻറ്റർ അന്റാലിയ ടു നവാഷീർ ഏരിയ. നവാഷീർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പിന്നെ കപ്പഡോക്യ എന്നൊക്കെ പറയുന്ന ആ സ്ഥലമുണ്ടല്ലോ, അതായത് നമ്മുടെ ഫേറി ചിമനികൾ ഒക്കെ ഇരിക്കുന്ന ആ ഏരിയകളുടെ ചുറ്റുമുള്ള ചില പ്രദേശങ്ങളാണ് കാണുന്നത്. അപ്പം അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ബ്ലഡ്. അത് ആൾക്കാരുടെ ആ ഒറിജിനാലിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതാണ് റാവുത്തർമാരുടെ വിഷയം. ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, റാവുത്തർമാർ എഡ്യൂക്കേഷനിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരുന്നു, ഭരണാധികാരികളോട് അത്രയും അടുപ്പമുണ്ടായിരുന്നു. പിന്നെ അന്ന് എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ, വിദ്യാഭ്യാസപരമായി അഡ്വാൻസ്ഡ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 40-50 കൊല്ലത്തിൻ്റെ അകത്ത് ഈ സിറ്റുവേഷൻ ചേഞ്ചായി. കേരളത്തിലെ മുസ്ലിങ്ങളിൽ റാവുത്തർ അല്ലാത്ത സമൂഹം, അതായത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഗൾഫുമായുള്ള ബന്ധം കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ സമ്പന്നത അവിടേക്ക് വന്നു, ബിസിനസ് ബന്ധം. അങ്ങനെ റാവുത്തർമാരുടെ അടുത്തുനിന്ന് അത്ര വലിയ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ടായിട്ട് ഒരു നമുക്ക് നെസ്റ്റിൻ്റെ ജഹാംഗീർ അങ്ങനെയുള്ളവരൊക്കെയാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളവർ. എന്നാൽ നിയമരംഗത്ത് ജഡ്ജന്മാരൊക്കെ ആയിട്ട് ധാരാളം പേര് വിദ്യാഭ്യാസ രംഗത്ത് റാവുത്തർമാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് ധാരാളം പേര് റാവുത്തർമാർ. പക്ഷേ ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ 90% ഉദ്യോഗസ്ഥന്മാരും മുസ്ലിം ഉദ്യോഗസ്ഥന്മാരും റാവുത്തർമാരായിരുന്നു. വലിയ പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇപ്പം നമ്മുടെ ഫാത്തിമ ബീവിയൊക്കെ, ഇപ്പം കമാൽ പാഷയൊക്കെ ആ ഒരു ലൈനിൽ നിന്ന് വന്ന ടീമുകളാണ്. കമാൽ പാഷ റാവുത്തറല്ലേ. അപ്പം ഇവരൊക്കെ റാവുത്തർമാരാണ്. അപ്പം അങ്ങനെ ധാരാളം റാവുത്തർമാർ. അപ്പോൾ ആ ഒരു ലൈൻ. പിന്നെ രണ്ടാമത് ഇവരുടെ സ്വാധീനം നഷ്ടപ്പെടുന്നത് പൊളിറ്റിക്കലായിട്ടാണ്.
കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടായി. അതെ. മുസ്ലിം ലീഗിന് പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉണ്ടായി. മറ്റുള്ള പ്രദേശ മുസ്ലിങ്ങൾ, അതായത് റാവുത്തർ മുസ്ലിങ്ങൾ മറ്റുള്ള ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്താണ് ജീവിക്കുന്നത്. അതെ അതെ. അപ്പോൾ അവരുടെ പെർസെൻറ്റേജ് ചിലപ്പോൾ ചിലടത്ത് 30%, 20%, ചിലപ്പോൾ 10%, 5%, അങ്ങനെ. അപ്പോൾ അവർക്ക് ഒരു MLA ഒക്കെ ഉണ്ടാകാൻ വലിയ പാടാണ്. പണ്ട് സുലൈമാൻ റാവുത്തർ ഇടുക്കിയിൽ നിന്ന് 5% മുസ്ലിങ്ങളുടെ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ള എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്കൽ രംഗത്ത് ഇവരെന്ത് ചെയ്തു? പിറകോട്ട് പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു റാവുത്തർ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ജനം മൊത്തം 25% ജനങ്ങൾക്ക് റാവുത്തർ പാരമ്പര്യം അവകാശപ്പെടാം കേരളത്തിൽ. പക്ഷെ അവർ സ്കാറ്റേഡാണ്. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് വരെ ഉള്ളിടത്ത് സ്കാറ്റേഡ് ആയിപ്പോയി. അപ്പോൾ ഈ പാരമ്പര്യം അവകാശപ്പെടാമെങ്കിൽ അവർ സ്കാറ്റേഡ് ആയി പോയതുകൊണ്ട് അപ്പം എന്ത് സംഭവിച്ചു? ഒരു റിവേഴ്സ് ലൈനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ട് അവർ മുന്നോട്ട് പോയി, വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് പോകാൻ മറ്റുള്ളൊരു വിദ്യാഭ്യാസമായിട്ട് മലപ്പുറം ജില്ലയൊക്കെ വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് വരികയാണ് വരുന്നു. അപ്പോൾ അവരുടെ പോയി ഉദ്യോഗസ്ഥ രംഗത്തുള്ള മേധാവിത്വം കുറഞ്ഞു വന്നു. പാരമ്പര്യം പറയാനേ ഉള്ളൂ, അത് പ്രവർത്തിക്കാനുള്ള വേദികളില്ലാതെ വരുന്നു. ഗൾഫ് കണക്ഷൻസ് കുറവാണ്. അപ്പം അങ്ങനത്തെയുള്ള ഒരു പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ റാവുത്തർ സമൂഹത്തിൽ ഇവിടെയാണ് നമ്മൾ ഈ റാവുത്തർ ഫെഡറേഷൻ രൂപീകരിക്കുന്നതും റാവുത്തർ പാരമ്പര്യത്തെപ്പറ്റി അന്വേഷിക്കുന്നതും. അപ്പം അന്വേഷിക്കുമ്പോഴാണ് ഇപ്പോൾ അറിയുന്നത് 20ഓളം ഡോക്ടറേറ്റ് റിസർച്ച് റാവുത്തർ കമ്മ്യൂണിറ്റിയെ പറ്റി നടക്കുന്നുണ്ട്. ചിലതൊക്കെ PhD കൊടുത്തു കഴിഞ്ഞു. തമിഴ്നാട്ടിലാണ് മെയിനായിട്ടുള്ളത്. അങ്ങനത്താണ്. ഡൽഹിയിൽ നടക്കുന്നുണ്ട്, പല യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ എന്താണ് ഇതിൻ്റെ അന്തസത്ത എന്ന് മനസ്സിലാക്കാനും വിശ്വാസ്യത, ധൈര്യം, അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ അതായിട്ടുള്ളൊരു മഹിമ, തുർക്കി വരെയുള്ള നീണ്ട ചരിത്രം, അപ്പോൾ ഇതിലേക്കുള്ളൊരു അന്വേഷണമാണ് ഫെഡറേഷനൊക്കെ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. റാവുത്തർ കമ്മ്യൂണിറ്റിയെ പരസ്പരം അറിയുക, കാരണം പ്രധാനപ്പെട്ടതാണ്. ആ അറിയുന്നതിലെ ഒരു അറിവുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ റൂട്ട്, അതായത് കടയനല്ലൂർ, പുളിയങ്കുടി, ആ ഭാഗങ്ങളൊക്കെ സന്ദർശിക്കുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുള്ള റാവുത്തർമാരുമായിട്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ കല്യാണത്തിന് വിളിക്കാനൊക്കെ മാനിയമത്തിൽ ആൾ വരുമായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് 5-8 വയസ്സൊക്കെ ഉള്ള സമയത്ത് മാനിയമത്തിൽ നിന്നുള്ള ബന്ധുക്കൾ വന്ന് നമ്മളെ വിളിക്കുമായിരുന്നു കല്യാണത്തിന് അവിടേക്ക്. ഇപ്പം അതൊക്കെ കണക്ഷൻസ് വിട്ടുപോയി. അപ്പോൾ അതൊക്കെ പുനഃസ്ഥാപിക്കുക. പിന്നെ എന്തൊക്കെ നമുക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാമത് ചെയ്യുക. ടർക്കിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള അതിൻ്റെ ചരിത്രം പഠിക്കുക, അതിൻ്റെ ഗവേഷണത്തിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പഴയതുമായിട്ടുള്ള ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുക. ഒരു റാവുത്തർ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു മാതൃക സൃഷ്ടിക്കുക. അതായത് ഏറ്റവും പ്രധാനം വിശ്വാസ്യതയാണ്. ഇതിനകത്തൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കോഴിക്കോട് മെസ്കോ അബൂബക്കർ സാഹിബ് ഒരു പ്രാവശ്യം ഒരു കഥ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഒരു അനുഭവം പറഞ്ഞിരുന്നു. അദ്ദേഹം മദ്രാസിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല വണ്ടിയാണ്. ആ വണ്ടിയുടെ ടയർ ആദ്യമേ ഒരെണ്ണം പോയി, സ്റ്റെപ്പിനിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ ടയറും പോയി. അപ്പം അന്ന് ATM മറ്റൊന്നുമില്ല, 10 പോലെ മുമ്പുള്ള കാര്യമാണ്. ATM ഇല്ല, ഒന്നുമില്ല, പൈസ കിട്ടാനുള്ള മാർഗങ്ങളും ഇല്ല, ബാങ്കും ഇല്ല, ഇതൊന്നും ഇല്ല. ഇദ്ദേഹം ഈറോഡ് എത്തിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. വിഷമിച്ചു. ഫാമിലി കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം അദ്ദേഹം നോക്കിയപ്പം ഒരു കടയിൽ ഒരു താടി വെച്ച, തുപ്പി വെച്ചൊരു മനുഷ്യരിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ അബൂബക്കർ സാഹിബാണ്, ഇങ്ങനെ വന്നു, എൻ്റെ ടയറൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇങ്ങനെ എനിക്ക് ടയർ വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലല്ലോ, എനിക്ക് കടം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഒന്നും ചോദിക്കാതെ തന്നെ അദ്ദേഹത്തിന് ഇത് തുറന്നിട്ട് 2000 രൂപ എടുത്ത് ആ കൂടെ ഉണ്ടായിരുന്ന അവിടുത്തെ കടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, പയ്യനെ വിളിച്ച് പറഞ്ഞു, പോയിട്ട് ടയർ വാങ്ങി ആ വണ്ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വന്നു, ടയറൊക്കെ മാറി. അദ്ദേഹം തിരിച്ചിവിടെ വന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു, വളരെ നന്ദി, നിങ്ങളുടെ അഡ്രസ്സും നമ്പറും തരൂ, ഞാൻ അവിടെ പോയിട്ട് ആ പൈസ അയച്ചു തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൈസയോ തരണ്ട,
അയക്കണ്ട. അല്ല, നിങ്ങൾ കടം വാങ്ങിച്ചല്ലേ, അത് എൻ്റെ സക്കാത്തിൻ്റെ വകയിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ 100 കണക്കിന് ആൾക്കാർക്ക് സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്, ഞാൻ സമ്പന്നനാണ് ആയിരിക്കാം, പക്ഷെ ഇപ്പോൾ നിങ്ങൾ സക്കാത്തിന് അർഹനാണ്, നിങ്ങൾ സക്കാത്തിന് അർഹനാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട, ബാക്കി ഒന്ന് ചോദിക്കണം, നിങ്ങൾക്ക് പോകാം. അതൊരു അദ്ദേഹം പറയുന്നത് ആ ഒരു ധൈര്യത്തിനും വിശ്വാസത്തിനുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം പറയും ഇതൊരു റാവുത്തരാണ്, അവിടെ പറഞ്ഞാണ് റാവുത്തർ എഴുതി വെച്ചിട്ടുണ്ട് ആ കടയിൽ. ആ റാവുത്തറുടെ ആ വിശ്വാസ്യതയും ആ പൈസ എടുത്തു കൊടുക്കാനുള്ള മാനസികതയും അത് വേണ്ട എന്ന് പറയാനുള്ള കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിശ്ചയദാർഢ്യവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയാം. ഇത് ആണ് നമ്മുടെ ഒരു പാരമ്പര്യം. ഈ പാരമ്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഉയർന്ന് പോട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും റാവുത്തർ എന്ന ഒരു വിഭാഗത്തെക്കുറിച്ച്, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു വിഭാഗമാണ് റാവുത്തർമാർ. ഈ വിഭാഗത്തെക്കുറിച്ച് പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ അമീദ് കുട്ടി സാർ നമ്മളോട് പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ അവസാനം സമയം ചുരുക്കുന്നതുകൊണ്ടാണ് ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞത്. അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് പറയാനുണ്ട് എന്നറിയാം. പ്രത്യേകിച്ച് ഇതേക്കുറിച്ച് തന്നെ ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു അവസരത്തിലാവാം. ഏതായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വലിയ സന്തോഷം. താങ്ക് യു.